ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സദൃശ്യവാക്യങ്ങൾ. ശലോമോൻ എഴുതിയ സദൃശ്യവാക്യങ്ങളെക്കുറിച്ചുള്ള ലളിതമാകുന്ന ചിന്തകൾ. 900 BC, 900 BC. ആ സമയം ഇസ്രയേലിൻ്റെ സുവർണ കാലഘട്ടമാകുന്നു. ശലോമോൻ രാജപദവിയിലേക്ക് വന്നു, തൻ്റെ ഭരണം ആരംഭിക്കുന്നു. അതോടുകൂടെ ഇസ്രയേൽ ആത്മീകമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ മേഖലകളിലും വലിയ അഭിവൃദ്ധി, സമൃദ്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ രചിച്ചതാകുന്നു സദൃശ്യവാക്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. അത് എഴുതുന്നതിന് മുന്നമേ തന്നെ ശലോമോൻ ആ വചനങ്ങൾ സംസാരിച്ച സദൃശ്യവാക്യങ്ങളാണ് പിന്നെ ഒരു രചനയായി തീർന്നത്. ജ്ഞാനിയായിരുന്ന ശലോമോന് ഈ പുസ്തകം എഴുതിയെന്ന് പൊതുവിൽ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ 20ാമത്തെ പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ്റെ പേര് 3 അധ്യായങ്ങളിൽ വരുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ശലോമോൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് 10-ാം അധ്യായം 1-ാം വാക്യത്തിലും 25-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിലും ശലോമോൻ്റെ പേര് കാണുന്നു. ശലോമോൻ തന്നെ സദൃശ്യവാക്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ശലോമോൻ തന്നെ അത് എഴുതി എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ശലോമോൻ തന്നെ അതിൽ തിരുത്തലുകൾ നടത്തിയെന്നും വിശ്വസിക്കുന്നു. അന്ന് എഡിറ്റേഴ്സ് ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും ശലോമോൻ നടത്തിയെന്നാണ് പൊതുവിൽ പഠനം നടത്തുന്നവർ വിശ്വസിക്കുന്നത്. അതിനാധാരമായൊരു വാക്യവുമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിനു പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച്, അത് ശ്രദ്ധിക്കണം, ചിന്തിച്ച് ശോധന കഴിച്ച്, എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു വാക്കാണത്. ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശ്യവാക്യം ചമയ്ക്കുകയും ചെയ്തു. എഴുതുക മാത്രമല്ല, അതിൽ തിരുത്തലുകളും ജ്ഞാനിയായ ശലോമോൻ തന്നെ നടത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാം. അത് ശേഖരിച്ചതും അദ്ദേഹം തന്നെയാണ്. അതിൽ തിരുത്തലുകൾ നടത്തിയതും ശലോമോൻ തന്നെ. ഇത് എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ അനേകം ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സ് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ എന്ന് തൻ്റെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് സദൃശ്യവാക്യങ്ങൾ എഴുതിയത്. അതുകൊണ്ടൊന്നും ഇരുന്നില്ല. തൻ്റെ ജനം എങ്ങനെ ജീവിക്കണം, പ്രായോഗികമായി അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവരുടെ കുടുംബം എങ്ങനെയായിരിക്കണം, അവരുടെ സാമ്പത്തിക മേഖല എങ്ങനെയായിരിക്കണം, അവരുടെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരിക്കണം, അവരുടെ ലൈംഗിക ജീവിതം എങ്ങനെയായിരിക്കണം, ദുസ്വഭാവങ്ങളിൽ വീണുപോകരുത്. അതിനാൽ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉദാസീനതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉത്സാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ജീവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സംസാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നോട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മാനസികമാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതാണ്ട് സകല കാര്യങ്ങളും പരാമർശിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സദൃശവാക്യങ്ങൾ. ഇതിലേക്ക് ആഴത്തിൽ ഒരാൾ ഇറങ്ങുകയും ദിനംതോറും
പഠനവിധേയമാക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളുണ്ടാകും. ഇത് നടപ്പിലാക്കിയാൽ മതി. ഇതേപോലെ ജീവിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ പുതിയ നിയമ വെളിച്ചത്തിൽ, പുതിയ നിയമ വെളിപ്പാടോടുകൂടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സദൃശ്യവാക്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ മഹാത്ഭുതം, ആ വ്യക്തിയിൽ അത്ഭുതകരമാകുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാകും. ആ വ്യക്തിക്ക് യേശുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് വിസ്ഡം എന്ന വാക്ക്. സദൃശ്യവാക്യത്തിൽ ജ്ഞാനം എന്ന ഒരു വാക്ക് ഏറ്റവും അധികമായി പറഞ്ഞിരിക്കുന്നു. ശലോമോന് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ഒരു ദാനമായി ലഭിച്ചു, ഒരു ഗിഫ്റ്റായി ലഭിക്കുകയുണ്ടായി. എന്നാൽ അതിനു മുന്നമേ തന്നെ ശലോമോൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ തൻ്റെ അപ്പൻ ദാവീദുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ദാവീദ് ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു ഭക്തനാണ്. അതുകൊണ്ട് തൻ്റെ ബാല്യകാലത്ത് തൻ്റെ അപ്പനിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തി, ജീവിതം ഒരു കൃത്യനിഷ്ഠയുള്ള ക്രമമുള്ള ജീവിതമാക്കി മാറ്റുവാൻ തക്കവണ്ണം ശലോമോനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അപ്പനിൽ നിന്നുള്ള ഉപദേശം, അപ്പനിൽ നിന്ന് ലഭിച്ച സതുപദേശങ്ങൾ. അതിനെക്കുറിച്ച് സദൃശ്യവാക്യം 4-ാമത്തെ അധ്യായത്തിൽ ഒരു പരാമർശം കാണാൻ കഴിയുന്നു. 3-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അപ്പൻ ദാവീദ്, അമ്മ ബർശിബ. അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ചു. അപ്പൻ, രാജാവാകുന്ന ദാവീദ്, തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ദൗത്യങ്ങളാണുള്ളത്. ആ ദൗത്യങ്ങളുടെ നടുവിൽ ശലോമോനെ ദാവീദ് പഠിപ്പിച്ചു. അതൊരു മഹാത്ഭുതമല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് ദാവീദ് തൻ്റെ മക്കളെയെല്ലാം ശ്രദ്ധിച്ച് കാണും, എല്ലാവരെയും ഓമനിച്ച് കാണും, എല്ലാവരെയും പഠിപ്പിച്ച് കാണും. എന്നാൽ ശലോമോനിൽ ചില പ്രത്യേകതകൾ ദാവീദ് കണ്ടിരുന്നു എന്ന് വ്യക്തം. അടുത്ത രാജാവാകുവാൻ പോകുന്ന വ്യക്തി ശലോമോനാകുന്നു എന്നുള്ള ഒരു ബോധ്യം അപ്പൻ്റെ ഹൃദയത്തിൽ ദൈവത്താൽ ലഭ്യമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അപ്പൻ ശലോമോനെ പഠിപ്പിച്ചു എന്നും ഉറപ്പിക്കാം. അവൻ എന്നെ പഠിപ്പിച്ചു, എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. എന്നിട്ട് അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടു മാറുകയുമരുത്. 6-ാം വാക്യം, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും, അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. അപ്പം പറഞ്ഞു കൊടുക്കുക, മോന് പറഞ്ഞു കൊടുക്കുക. ദാവീദ് ശലോമോന് പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ, കേട്ടെൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. 4 വയസ്സുള്ളപ്പോൾ, 5 വയസ്സുള്ളപ്പോൾ, 6 വയസ്സുള്ളപ്പോൾ അപ്പനാകുന്ന ദാവീദ് മകനെ അടുക്കൽ വിളിച്ചതിന് ശേഷം ഈ സതുപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് തൻ്റെ ജീവിതത്തിൽ ഈ നിലയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ജ്ഞാനത്താൽ നിറയുവാനും വേണ്ടിയുള്ള ഒരു പ്രാരംഭ ഘടകമാകുന്നു. പിന്നീട് അധികാരത്തിലേക്ക് വന്ന സമയത്ത്, രാജാവായി തീർന്നതിന് ശേഷമായിട്ട് ദൈവമായിട്ടുണ്ടായ ആ കൂട്ടിമുട്ടൽ, ആ എൻകൗണ്ടർ, സ്വപ്നത്തിൽ കർത്താവ് പ്രത്യക്ഷനായിട്ട് ശലോമോനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക, എന്ത് വേണമെങ്കിലും തരാം. ഇദ്ദേഹം സമ്പത്തോ സ്വർണമോ മറ്റ് ഈ ലോകത്തിലെ സുഖങ്ങൾ നൽകുന്ന കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെ വലിയവനാകുന്ന ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന്. അത് ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി തീർന്നു. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇന്നുവരെയും
ശലോമോനെ പോലെ ജ്ഞാനിയായ മറ്റൊരു വ്യക്തിയില്ല. ഏറ്റവും ജ്ഞാനിയായ വ്യക്തി ഈ ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ജ്ഞാനിയായ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശലോമോൻ. അദ്ദേഹത്തിൻ്റെ പഠിപ്പ് കൊണ്ടോ, സ്കൂളിൽ പോയി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടോ, യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊണ്ടോ ഒന്നുമല്ല. അത് ദൈവത്താൽ ലഭിച്ച ഒരനുഗ്രഹമായിരുന്നു. ദൈവം ദാനമായിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ശലോമോന് കൊടുത്തു. അങ്ങനെയാണ് ശലോമോൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായി തീർന്നത്. നമുക്കും ആവശ്യമുള്ളത് കർത്താവിൽ നിന്നുള്ള ജ്ഞാനമാണ്. കർത്താവിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹപൂരിതമായി തീരും. അതുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. ഈ പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം തന്നെ, എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്? അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇവിടെ എഴുതിയിരിക്കുന്നു. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനുമാണ് സദൃശ്യവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ തന്നെ കാതലായ ഒരു കാര്യം പറയുന്നുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇംഗ്ലീഷിൽ ദ ഫിയർ ഓഫ് ദ ലോർഡ്. യഹോവയോടുള്ള വലിയ ബഹുമാനവും ആദരവും, ആദരവിലൂടെയുള്ള ഭയം, റെവറൻഷ്യൽ ഫിയർ എന്ന് പറയുന്നത് അതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഒരാൾ ജ്ഞാനിയായി തീരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിക്കണം. യേശുക്രിസ്തുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനത്തിൻ്റെ നിർവചനം നമുക്ക് കാണുവാൻ കഴിയും. അത് ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരെ ശ്രദ്ധിക്കുക. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഭോഷന്മാർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ദൈവത്തെ നിരസിക്കുന്നതിനാൽ, ദൈവത്തെ തിരസ്കരിക്കുന്നതിനാൽ ഫലം അവർക്ക് ജ്ഞാനവും ലഭിക്കുകയില്ല, പ്രബോധനവും ലഭിക്കുകയില്ല. 9-ാമത്തെ അധ്യായത്തിലും ഈ വാക്യം ആവർത്തിക്കുന്നുണ്ട്. 9-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയൊരു താക്കോലാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. യഹോവ ഭക്തി, ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ വെളിപ്പാട് സ്വീകരിക്കുക, ദൈവത്തെ സ്വീകരിക്കുക, ദൈവത്തെ സ്വീകരിക്കുക, ദൈവത്തിൽ ജീവിക്കുവാൻ തയ്യാറാകുക. അതാണ് ജ്ഞാനത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ജ്ഞാനിയായിത്തീരാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു. 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പോകുമ്പോൾ, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയുമരുത്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക. 8-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 8-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. യഹോവ ഭക്തി ഒരാൾക്ക് ജ്ഞാനം കൊടുക്കും. ആ ജ്ഞാനത്താൽ ഒരാൾ നിറയുമ്പോൾ ആ വ്യക്തി ദോഷത്തെ വെറുക്കും. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുള്ളതിനാൽ, യഹോഭക്തിയിൽ ജീവിക്കുന്നതിനാൽ ആ വ്യക്തി ഡംഭത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, അഹങ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, ദുർമാർഗം ഉപേക്ഷിക്കും, വക്രതയുള്ള വായ അദ്ദേഹത്തിനുണ്ടാകത്തില്ല. 14-ാം വാക്യം, ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്, ഞാൻ തന്നെ വിവേകം, എനിക്ക് വീര്യബലമുണ്ട്. ജ്ഞാനത്തിൽ എന്തുണ്ട്? ആലോചനയുണ്ട്. ജ്ഞാനത്തിൽ എന്തുണ്ട്? പരിജ്ഞാനമുണ്ട്. ജ്ഞാനത്തിൽ എന്തുണ്ട്? വിവേകമുണ്ട്. ജ്ഞാനത്തിൽ എന്തുണ്ട്? വീര്യബലമുണ്ട്. ഈ ജ്ഞാനത്തിന് എബ്രായ ഭാഷയിൽ ഹക്മ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യവനായ ഭാഷയിൽ സോഫിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. സോഫിയ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സോഫിയ നൽകിത്തരും. വിഷ്ണം എന്ന വാക്ക് സദൃശവാക്യങ്ങളിൽ ഏകദേശം
50ഓളം പ്രാവശ്യം കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ജ്ഞാനത്തെക്കുറിച്ച് ഗഹനമാകുന്ന ആലോചനകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് സദൃശ്യവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടി പുതിയ നിയമ വെളിപ്പാട് കൂടെ സ്വീകരിക്കണം. പുതിയ നിയമ വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പുതിയ നിയമത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അതാണ് ഗുണകരമായി തീരുന്നത്. പുതിയ നിയമത്തിൽ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വാക്യം ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, നിങ്ങളോ അവനിൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും. യേശുക്രിസ്തു വിശുദ്ധമാണ്. യേശുക്രിസ്തു നമ്മിലുള്ളതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധമുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശുദ്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി തീരുകയാണ്. അതാണ് പുതിയ നിയമത്തിലെ അത്ഭുതം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകുന്നു. ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകുന്നു. വഴി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകുന്നു. വഴിയും സത്യവും ജീവനും യേശുക്രിസ്തുവാണ്. സ്നേഹമെന്ന് പറയുന്നത് ഒരു വ്യക്തിയാകുന്നു. ജ്ഞാനമെന്ന് പറയുന്നത് ഒരു വ്യക്തിയാകുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇവിടെയാണ് സദൃശ്യവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനം, ഹക്മ, പുതിയ നിയമ ഭാഷയിൽ സോഫിയ ഉള്ളവരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സുവർണാവസരം, ഇപ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശു നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് എങ്കിൽ അവിടുന്നാകുന്നു നിങ്ങളുടെ ജ്ഞാനം. ഇനിയും എഫേസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ ഹോളി സ്പിരിറ്റിൽ വിസ്ഡമുണ്ട്. ഹോളി സ്പിരിറ്റിൽ ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. ശലോമോന് ദാനമായി ലഭിച്ച ആ ജ്ഞാനം പരിശുദ്ധാത്മാവിലുണ്ട്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, നമ്മിൽ ആത്മാവിൻ്റെ ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ജ്ഞാനം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ 7 ഗുണമേന്മകളെക്കുറിച്ച് കാണാൻ കഴിയുന്നു. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. പരിശുദ്ധാത്മാവ് ആരാകുന്നു? സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ജ്ഞാനികളാണ്. നാം ഓരോരുത്തരും ജ്ഞാനികളാണ്. ശലോമോനെ പോലെ ജ്ഞാനം ഉള്ളവരാകുന്നു നാം ഓരോരുത്തരും. അത് വിശ്വസിക്കാൻ കഴിയുമോ? അല്പം ബുദ്ധിമുട്ടാണ്. ഈ ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിരുന്ന ജ്ഞാനികളിൽ ഏറ്റവും വലിയ ജ്ഞാനി ശലോമോനാണ്. അതിന് സമാനമായി വേറൊരാളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാനിയേൽ അതേപോലെ ജ്ഞാനിയായൊരു വ്യക്തിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതലിന്, ഞാൻ പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല, ഉള്ള സത്യം ഉള്ളതുപോലെ പറയുകയാണ്, ദൈവം ദാനമായി കൊടുത്ത ജ്ഞാനമാണ് ശലോമോനുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ അതേ ജ്ഞാനം പരിശുദ്ധാത്മാവിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിൽ വസിക്കുന്നു എങ്കിൽ ശലോമോനുള്ളതുപോലെ തന്നെ നമുക്ക് ജ്ഞാനമുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടണം, അതിനെ സജീവമാക്കണം. അങ്ങനെ സജീവമാക്കുകയാണെങ്കിൽ ശലോമോനെ പോലെ ജ്ഞാനമുള്ളവരായിട്ട്, ദാനിയേലിനെ പോലെ ജ്ഞാനമുള്ളവരായിട്ട്,
ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. കർത്താവിനോട് ചേർന്നൊരു ജീവിതം നയിക്കുവാൻ കഴിയും. മാത്രവുമല്ല, അസാധാരണമാകുന്ന കാര്യങ്ങൾ നമ്മിലൂടെ പുറപ്പെടുമ്പോൾ അനേകരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ജ്ഞാനത്തിന് പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ശക്തിയുണ്ട്. ജ്ഞാനം, വിസ്ഡം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ടൂളാകുന്നു. പ്രശ്ന പരിഹാരത്തിനു വേണ്ടിയുള്ള ഒരു ആയുധമാകുന്നു വിസ്ഡം എന്ന് പറയുന്നത്. എന്നിൽ വിസ്ഡം, ദൈവത്തിൻ്റേതുപോലെയുള്ള വിസ്ഡം എന്നിലുണ്ടെങ്കിൽ, ശലോമോനെ പോലെയുള്ള വിസ്ഡം എന്നിലുണ്ടെങ്കിൽ എനിക്ക് അനേകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ കഴിയും. അതാണ് ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അനേകം ഉദാഹരണങ്ങൾ. ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ശലോമോൻ വളരെ നിസ്സാരമായി പരിഹരിച്ചില്ലേ? അതേ ജ്ഞാനം പുതിയ നിയമവിശ്വാസികളിൽ പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായിരിക്കുന്നു. സജീവമാക്കുക. ആ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൽ ജീവിക്കുവാൻ തയ്യാറാകുക. സദൃശവാക്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള പ്രതിഫലം. 9-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് സദൃശവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. 9-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും. 10-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും. 11-ാം വാക്യത്തിൽ, ആ യഹോവ ഭക്തിയുള്ളവർക്ക് ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലമാകുന്നു, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. മറ്റൊന്ന്, 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ, അവിടെയും യഹോവ ഭക്തി നൽകുന്ന ജ്ഞാനം, ആ ജ്ഞാനം മൂലമുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. 13 മുതലുള്ള വാക്യങ്ങൾ, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകുകയില്ല. അതിൻ്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും, ഇംഗ്ലീഷിൽ ജോയ് എന്ന് കാണുവാൻ കഴിയുന്നു. നിങ്ങൾക്ക് സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ സദൃശവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അതിൻ്റെ പരിണത ഫലമായിട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള മറ്റൊരു പ്രതിഫലം ഈ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മളിപ്പോൾ വായിച്ചതാണ്. 16-ാം വാക്യത്തിൽ, ധനവും മാനവും അവർക്ക് ലഭിക്കുന്നു. ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾ പ്രോസ്പെറസ് ആയി തീരും. 10-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ സദൃശവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു, അത് മുഖാന്തരം സമൃദ്ധി ഉണ്ടാകുന്നു, സമ്പത്തുണ്ടാകുന്നു. മറ്റൊന്ന് 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 12-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ല. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഗുഡ്നെസ്, ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നന്മ ലഭിക്കുന്നു. തിന്മ ഭവിക്കുകയില്ല, നന്മ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് പറയുന്നത് സദൃശവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക,
5 ചേർത്ത് വച്ച് വായിക്കുകയാണെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിന്നെ ചൂൽക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അപ്പം ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുവാനാണ് സദൃശവാക്യം നമ്മെ ഉപദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? 14-ാമത്തെ അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 14-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ചിലപ്പോൾ ഒരു മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. ഈ ലോകത്തിൻ്റെ വഴികൾ മരണവഴികളാകുന്നു. 16-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. 2 ഒരേ വാക്യം ആവർത്തിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമാകുന്ന, രുചി നിറഞ്ഞ, മധുരം നിറഞ്ഞ, ജ്ഞാനം നിറഞ്ഞ സദൃശവാക്യങ്ങൾ ദിനംതോറും വായിക്കുക, പ്രായോഗികമാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. ഈ ഭൂമിയിൽ വളരെ ഫലപ്രദമാകുന്നൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് വിശേഷാൽ സ്പർശിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജ്ഞാനത്താൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ സ്വർഗീയ സ്പർശനത്തെ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കണമേ. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ പ്രക്ഷേപണം കാണാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ. മറ്റുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുവാൻ മനസ്സ് കാണിക്കണമേ. അതോട് ഒന്നിച്ച് തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുവാൻ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.